ഇറാന്റെ കെന്നഡി കുടുംബത്തിൽ നിന്ന് പശ്ചിമേഷ്യയുടെ ഗതി നിർണയിക്കുന്നതിലേക്ക് ഗണിതശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ, തന്ത്രജ്ഞൻ എന്നീ നിലകളെ അറിയപ്പെട്ട അലി ലാറിജാനിയുടെ ജീവിത കഥ. ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചതോടെ ഇറാന്റെ മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെ ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം. നമസ്കാരം. പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നു പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്തരൂക്ഷിതമായ നിമിഷങ്ങളിലൂടെയാണ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് ശേഷം മറ്റൊരു സുപ്രധാനപരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറിയും രാജ്യത്തെ ശക്തനായ തന്ത്രജ്ഞനുമായ അലി ലാറിജാനി ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരാണ് ഈ അലി ലാറിജാനി? ഇറാന്റെ ആണവ അഭിമാനമെന്ന് പറയപ്പെടുന്ന ഈ മനുഷ്യൻ എങ്ങനെയാണ് പശ്ചിമേഷ്യയുടെ ചാണക്യനായി മാറിയതെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 1958 ഇറാഖിലെ നജാഫിൽ ഒരു മതപണ്ഡിതന്റെ മകനായാണ് അലി ലാറിജാനിയുടെ ജനനം. ഇറാനിൽ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനെ വിളിച്ചിരുന്നത് ഇറാനിലെ കെന്നഡി കുടുംബം എന്നായിരുന്നു. ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങളെല്ലാം തന്നെ ജുഡീഷ്യറിയിലും മതകാര്യ സമിതികളിലെ ഉന്നതമായ പദവികൾ നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ തികച്ചും വ്യത്യസ്തനായിരുന്നു അലി ലാറിജാനി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ലാറിജാനിയെ തീർത്തും വ്യത്യസ്തനാക്കിയിരുന്നത് അദ്ദേഹത്തിന്റെ അസാധ്യമായ പാണ്ഡിത്യമായിരുന്നു. ഇറാന്റെ MIT എന്നറിയപ്പെടുന്ന ഷെരീഫ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിലും ഗണിതശാസ്ത്രത്തിലും അദ്ദേഹം ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി. പിന്നീട് ടെഹ്റാൻ സർവകലാശാലയിൽ നിന്ന് പാശ്ചാത്യ തത്വശാസ്ത്രത്തിൽ അദ്ദേഹം ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. ജർമ്മൻ ചിന്തകനായിരുന്ന ഇമ്മാനുവൽ കാന്റിനെ കുറിച്ച് അദ്ദേഹം പുസ്തകങ്ങൾ രചിച്ചു. ഇത്രയും മികച്ച വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ലോകത്ത് തന്നെ വിരളമായിരിക്കും. 1979 ഇസ്ലാമിക് റവല്യൂഷന് ശേഷം IRGCയിൽ ചേർന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം. പിന്നീട് അദ്ദേഹം രാജ്യത്തിന്റെ ബ്രോഡ്കാസ്റ്റായ IRIBയുടെ തലവനായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2012 മുതൽ 2020 വരെയുള്ള 12 വർഷക്കാലം അദ്ദേഹം ഇറാന്റെ പാർലമെന്റിന്റെ സ്പീക്കറായി പ്രവർത്തിച്ചു. എന്നാൽ ലോകം അദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയത് 2015 ആണവ കരാറിലൂടെയായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുമായി ചർച്ച നടത്തി ഇറാനെ ആണവ ഉപരോധത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമം നടത്തി. മോതിരത്തിന് പകരം തോഫി എന്നുള്ള വാചകം പ്രസിദ്ധമാക്കിയതും അദ്ദേഹമായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങളെ വിമർശിച്ചുകൊണ്ട് വിലപിടിപ്പുള്ള മുത്തിന് പകരം മിഠായി വാങ്ങുകയാണോ എന്ന് അദ്ദേഹം ഇതിനെ വിമർശിച്ചിരുന്നു. അത് ലോകത്ത് തന്നെ വലിയൊരു ശ്രദ്ധ നേടാൻ അദ്ദേഹത്തെ സഹായിച്ച ഒരു കാര്യമാണ്. അലി ഖമേനിയുടെ മരണശേഷം ഇറാന്റെ ഭരണ ചുമതല വഹിച്ച 3-അംഗ പരിവർത്തന സമിതിയുടെ ഏറ്റവും സ്വാധീന ശക്തിയായ ഒരു അംഗമായിരുന്നു അലി ലാറിജാനി. ലക്ഷക്കണക്കിന് ആളുകളുള്ള ബസീസ് സേനയുടെ പ്രവർത്തനങ്ങൾ മുതൽ ഹമാസ്, ഹിസ്ബുള്ള പോലെയുള്ള സംഘടനകൾക്ക് രഹസ്യ സഹായം എത്തിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ അലി ലാറിജാനി എന്ന് പറയുന്ന പോരാളിയുടെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നു. മാർച്ച് 17 ഇസ്രയേലിന്റെ പ്രതിരോധ സേന ടെഹ്റാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അലി ലാറിജാനി കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകനും സഹായിയും അംഗരക്ഷകരും ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. ഇറാന്റെ അർദ്ധസൈനിക വിഭാഗമായ ബസീസ് ഫോഴ്സിന്റെ കമാൻഡർ ഗുലാം സറ സുലൈമാനി ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇറാന്റെ പുതിയ തലമുറ നേതാക്കന്മാരെയെല്ലാം ആക്രമണത്തിലൂടെ കൊല്ലപ്പെടുത്തുക എന്ന ഇസ്രയേലിന്റെ മാസ്റ്റർ സ്ട്രോക്ക് എന്നാണ് ഈ ആക്രമണത്തിന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഫെബ്രുവരി 28 ഖമേനി കൊല്ലപ്പെട്ടതോടെ ഇറാൻ പൂർവാധികം ശക്തിയോടെ ഇസ്രയേലിനെ അമേരിക്കയും തിരിച്ചടിക്കാൻ പോവുകയാണെന്ന് അലി ലാറിജാനി അന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആ തിരിച്ചടികൾ തുടരുമ്പോൾ തന്നെയാണ് അലി ലാറിജാനിയുടെ ജീവൻ ഇസ്രയേൽ എടുക്കുന്നതെന്നുള്ളത് കാണാതെ പോകാൻ കഴിയില്ല. അലി ലാറിജാനിയുടെ മരണം ഇറാന് തീരാ നഷ്ടമാണ് സമ്മാനിച്ചിരിക്കുന്നത്. അമേരിക്കയും റഷ്യയും ചൈനയുമായും വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ഇറാന്റെ ഏക നേതാവാണ് അലി ലാറിജാനി. അദ്ദേഹത്തിന്റെ പിൻഗാമിയായി തീരുമാനിച്ചിട്ടുള്ളത് IRGCയുടെ മുൻ കമാൻഡറായ മൊഹ്സെൻ സെറാസിയാണ്. 19 ദിവസമായി
ഇറാനും ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന യുദ്ധം പശ്ചിമേഷ്യയെ വലിയൊരു ചോര കളമാക്കി മാറ്റിയിരിക്കുകയാണ്. അലി ലാറിജാനിയുടെ മരണം ഇറാൻ പൂർവാധികം ശക്തിയോടെ പ്രതികാരം വീട്ടുമെന്നാണ് IRGC പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഉടനെ ഒന്നും ഈ യുദ്ധം തീരാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കയും ഇസ്രയേലും ഒരടി പോലും പിന്നോട്ട് പോകുന്നില്ല. അതേ നിലയിൽ തന്നെയാണ് ഇറാനും തുടരുന്നത്. ഇറാൻ ഹൈഫയിലും ടെല്ലവീവിലും ജെറുസലേമിലും നിരന്തരമായി അവരുടെ മിസൈലുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ക്ലസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെ ഇസ്രയേലിന്റെ മണ്ണിലേക്ക് ഇറാൻ തൊടുത്തിവിടുന്ന കാഴ്ചയാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോക സമാധാനത്തെ തന്നെ ബാധിക്കുന്ന ഒരു യുദ്ധമായി തന്നെയാണ് ഈ യുദ്ധം മാറിക്കൊണ്ടിരിക്കുന്നത്.